ഇപ്പം അടുത്ത കാലത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങൾ, ഇപ്പം നീറ്റ് എക്സാം ആകട്ടെ, നമ്മുടെ ഈ ഫ്യൂവൽ ഇത് എന്താണ് എത്തനോൾ, E20 പെട്രോളുമായി ബന്ധപ്പെട്ട പ്രശ്നമാകട്ടെ, റാം ടെമ്പിൾ ഇഷ്യൂ ആകട്ടെ, ഇതെല്ലാം BJPയുടെ കോർ വോട്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ്. നോക്കൂ, E20 ഇതുമായി ബന്ധപ്പെട്ട ആ യൂട്യൂബർ ഉണ്ടല്ലോ, അതാണ് അവിനാഷ് മിശ്ര, അവിനാഷ് മിശ്ര, ദശലക്ഷക്കണക്കിന് ആളുകളാണ് അത് കണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട്, 2023 ഇത് മാൻഡേറ്ററി ആക്കുന്നു, E20 പെട്രോൾ മാൻഡേറ്ററി ആക്കുന്ന സർക്കാർ തീരുമാനം വന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ മക്കളുടെ 2 മക്കളുടെ നിഖിൽ ഗഡ്കരിയുടെയും സാരംഗ് ഗഡ്കരിയുടെയും ഈ അഗ്രോ ഇൻഡസ്ട്രിയൽ കമ്പനികളിലുണ്ടായിട്ടുള്ള വളർച്ച, കോടികളുടെ വളർച്ചയാണ് അതിനുണ്ടായിട്ടുള്ളത്. ഈ ഒരൊറ്റൊരു പോയിൻ്റ് ഉണ്ടല്ലോ, ഇവിടെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്? ഈ 3 വിഷയങ്ങൾ, നീറ്റാവട്ടെ, ഈ E20 എത്തനോൾ ഇതാവട്ടെ, ടെമ്പിൾ ഇഷ്യൂ ആവട്ടെ, BJPയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോർ വോട്ട് ബാങ്കിനെ സ്പർശിക്കുന്ന പ്രശ്നങ്ങളാണ്. അതിൽ നീറ്റും ഇതും ഈ പെട്രോളിൻ്റെയും വിഷയം എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്നതാണ്. ടെമ്പിളുമായി ബന്ധപ്പെട്ട വിഷയം വിശ്വാസികളായിട്ടുള്ള ആളുകളെ ബാധിക്കുന്ന വിഷയമാണ്. പക്ഷെ അതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റാക്കി അതിനെ മാറ്റാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇതിൽ വേറൊരു തമാശ കഴിഞ്ഞ ദിവസം ഉണ്ടായത്, മധ്യപ്രദേശ് ഇതിലും വലിയൊരു വിവാദം നടക്കുന്നുണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രി ഉജ്ജയിനിൽ വലിയൊരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, വളരെ നേരത്തെ മൾട്ടി ക്രോർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൻ്റെ പരിസര പ്രദേശത്തുള്ള ഭൂമിയൊക്കെ ഇങ്ങേരുടെ ബന്ധുക്കൾക്ക് വേണ്ടി മേടിച്ചു, ആരുടെയൊക്കെ പേരിൽ മേടിക്കുന്നു, വലിയ വിലയ്ക്ക് മറിച്ച് വിൽക്കുന്നു, കോടികൾ അയാൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് പ്രശ്നം. ഇന്നലെ ദിഗ്വിജയ് സിംഗ് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അങ്ങനെയൊന്നും അത് പറയേണ്ട കാര്യമില്ല എന്നൊരു പ്രസ്താവന നടത്തി. അവിടുത്തെ PCC പ്രസിഡന്റ് ഈ വിഷയം മുന്നോട്ട് വെച്ചിട്ട് വലിയൊരു രാഷ്ട്രീയമായി BJP ആക്രമിക്കുന്ന ഇതുമായിട്ട് പോകുമ്പോഴാണ് ദിഗ്വിജയ് സിംഗ് അതിനെ നേരെ പിന്നിൽ നിന്ന് കുത്തുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത്. പിന്നെ അയാളെ തിരുത്തി പറയുകയൊക്കെ ചെയ്തു, പക്ഷേ ആ ഒരു മൊമെൻ്റ് അങ്ങ് നഷ്ടപ്പെടുത്തിക്കളെ. ഇവിടെ ഈ അയോധ്യ വിഷയത്തിൽ നോക്കൂ, ഇന്ത്യയിൽ അയോധ്യ വിഷയത്തെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധമാക്കിയത് സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് അദ്വാനി നടത്തിയ രഥയാത്രയാണ്. രാഹുൽ ഗാന്ധിക്ക് സോമനാഥിൽ നിന്ന് ഒരു യാത്ര അങ്ങ് തുടങ്ങാവുന്നല്ലോ. ഈ അമ്പലക്കള്ളന്മാരെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു യാത്രയെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് ആലോചിച്ചൂടെ? സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് ഒരു യാത്ര പ്രഖ്യാപിക്കാൻ വിചാരിക്കും, അതുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. പക്ഷെ നമ്മളിതൊന്നും കാണുന്നില്ല. ഇത് ആയുധങ്ങൾ, രാഷ്ട്രീയ ആയുധങ്ങൾ ഇങ്ങനെ വന്ന് വീഴുകയാണ്. അതിനൊന്ന് എടുത്ത് ചെറുതായിട്ടൊന്ന് ഉപയോഗിക്കാൻ പോലും പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നുള്ള വിചിത്രമായുള്ളൊരു കാഴ്ചയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് ഇടയിൽ ഇത് വലിയ വിഷയമായിട്ടുണ്ട്, വലിയ സംസാരവും. ഇതെല്ലാം നീറ്റാകട്ടെ, പെട്രോളിൻ്റെ ആകട്ടെ, അയോധ്യ ആകട്ടെ. ഷാജിംസ് പറഞ്ഞ പോലെ ഇതുകൊണ്ട് യു പി ഇലക്ഷനിൽ BJP തോക്കുമെന്നും ഞാൻ പറയുന്നില്ല. യുപിയിൽ നേരത്തെ തന്നെ ഇപ്പോൾ തന്നെ അവരുടെ സ്ഥിതി ഭയങ്കര ചലഞ്ചിങ് ആണ് യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടെ SIR നടന്നിട്ടുണ്ട്. 2 കോടിക്ക് മേലെ വോട്ടർമാരാണ് പുറത്തായിരിക്കുന്നത്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ അവിടെയുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിൽ BJP UP ഇലക്ഷനിൽ പരാജയം സംഭവിക്കുമെന്നും പറയുന്നില്ല. അതിന് വേറെ ഒരു കളിയാണത്. എന്തു തന്നെയായാലും പ്രതിപക്ഷം സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശ്രീധരൻപിള്ള സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സുവർണാവസരമാണ്. പക്ഷേ സുവർണാവസരമാണിതെന്ന് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കൗതുകരമായിട്ടുള്ള കാര്യം.